നമസ്കാരം. പ്രിയമുള്ളവരെ, നല്ല ദിനം ഏവർക്കും ആദ്യം തന്നെ ആശംസിക്കുന്നു. പാലാരൂപത ഇവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുഗ്രഹം ചാനലിലേക്ക് ഹൃദയപൂർവകമായ സ്വാഗതം. പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് രൂപതയിൽ 171 ഇടവകകളിലും നടപ്പാക്കേണ്ട നവീകരണ കർമ്മ പദ്ധതികളെക്കുറിച്ചുള്ള ചിന്തകളും അതിൻ്റെ ചർച്ചകളുമൊക്കെയാണ് ഈ എപ്പിസോഡുകളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത്. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തു പറ്റി എന്ന ചോദ്യത്തോടു കൂടി ആരംഭിക്കുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നുകയാണ്. നമ്മൾ ഈ നാളുകളിൽ അത് പറയുമ്പോൾ പാലാരൂപതയ്ക്കുള്ളിലെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും എന്തു പറ്റി എന്ന് ചോദിക്കുന്ന ഒരു പക്ഷേ നന്നായിരിക്കും. അതായത് ഈ നാളുകളിലെല്ലാം നമ്മൾ കാണുന്ന സങ്കടകരമായ ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു കേൾവി, നമ്മുടെ കുഞ്ഞുങ്ങൾ നിസ്സാരം കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ ആത്മഹത്യ ചെയ്തു പോവുകയാണ്. പരീക്ഷയിൽ തോറ്റാൽ ആത്മഹത്യ, പ്രതീക്ഷിച്ചിടത്തോളം മാർക്ക് ലഭിച്ചില്ലെങ്കിൽ എല്ലാം A+ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ, അതുപോലെ തന്നെ ഉയർന്ന എൻട്രൻസ് പരീക്ഷകൾക്ക് പ്രതീക്ഷിച്ചത്ര സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ, മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു ശാസന കൊടുത്താൽ ആത്മഹത്യ, കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും അവർക്ക് കിട്ടാതെ വന്നാൽ ആത്മഹത്യ. ഇത് വളരെ ദാരുണമായ അപകടകരമായ ഒരു അവസ്ഥ നമ്മളുടെ ഈ നാട്ടിൽ വിളിച്ചു വരുത്തുകയാണ്. ഇത് മാതാപിതാക്കളും എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ട കാര്യമാണ്. എന്താണ് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്? നമുക്കറിയാം, പ്രത്യേകിച്ച് കോവിഡ് അനന്തര കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ വലിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മുഴുവൻ ഓൺലൈനിലേക്ക് മാറ്റേണ്ടി വന്ന ആ സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം മൊബൈൽ ഫോണുകൾ, എല്ലാം നല്ല സംവിധാനങ്ങളോട് കൂടിയ മൊബൈൽ ഫോണുകൾ, ഐഫോണുകൾ അവരുടെ കൈകളിലെത്തി. അപ്പോൾ അതിൻ്റെ വിശാലത വളരെ വലുതാണ് എന്നറിയാത്ത ആരുമില്ല. ലോകത്തിൻ്റെ അതിർത്തികളിൽ വരെ ഈ വിരൽത്തുമ്പ് എത്തുന്ന, അല്ലെങ്കിൽ വിരൽത്തുമ്പിൽ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തുന്ന വലിയൊരു വിസ്മയമാണ് ഈ പറഞ്ഞ മൊബൈൽ ഫോണൊക്കെ. അപ്പോൾ കുഞ്ഞുങ്ങൾ നന്മയിലൂടെയും അതിനപ്പുറത്തേക്ക് തിന്മയിലൂടെയൊക്കെ യാത്ര ചെയ്തു ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് പിള്ളേരൊക്കെ വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അവർക്ക് ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോകും. ഇവരൊക്കെ മുമ്പിൽ ഒരു ക്ലാസ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പറയുന്ന ഒരു കാര്യവും ഈ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് കയറുന്നില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് തിരിച്ചറിയുമ്പോൾ ഞാനത് തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളിലേക്ക് കൂടി ഇതിൻ്റെ കുറ്റം ചുമത്താതിരിക്കാൻ വയ്യ. വളരെ പ്രത്യേകമായിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്, നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നു, നമ്മൾ വളർന്നു വന്നവരാണ്. നമ്മളായിരിക്കുന്ന സമൂഹത്തിലും സമുദായത്തിലും സാഹചര്യത്തിലും മനുഷ്യരെ പോലെ വളർന്നു വന്നവരാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതറിയാൻ പറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർ വേറെ ഏതൊക്കെയോ ലോകത്തിലാണ്. മുതിർന്നവരും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ചെറിയ ഗ്യാപ്പൊന്നുമല്ല. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ പോരത്. അതിനൊക്കെ അപ്പുറത്തേക്കുള്ള വലിയ ഗർത്തം തന്നെയാണ് ഇവരും നമ്മളും തമ്മിൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും മുതിർന്നവരും തമ്മിലുള്ള അകലമെന്ന് തിരിച്ചറിയണം. ഇത് നമ്മൾ അടുപ്പിച്ചു കൊണ്ടുവരുന്നില്ലെങ്കിൽ ഈ മക്കൾക്ക് ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ലാതായിട്ട് തീരും എന്നുള്ളതാണ്. ഇവിടെ മാതാപിതാക്കളുടെ ഒരു വലിയ കുറ്റം ഈ കാലഘട്ടത്തിൽ കാണുന്നത്, നമുക്ക് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ ഈ പരിശീലനം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളുടെ പരിശീലനം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ചോദിച്ചാൽ തലയ്ക്ക് ഒപ്പിച്ച് തൊപ്പി പണിയുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ആ കുട്ടിയുടെ കഴിവിനനുസരിച്ച്, എഫിഷ്യൻസിക്ക് അനുസരിച്ച്, അവൻ്റെ ടാലൻസിനനുസരിച്ച് അവനെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതാണ് തലയ്ക്കൊപ്പിച്ച് തൊപ്പി പണിയുന്ന സമ്പ്രദായം. നേരെ തിരിഞ്ഞിട്ട് ഒരു തൊപ്പി റെഡിയാക്കി വെച്ചിട്ട് അതിനനുസരിച്ച് ഈ കുഞ്ഞിൻ്റെ തല പണിയുന്ന ഒരു സംവിധാനമാണ്. അതിന് പ്രധാന കാരണക്കാർ മാതാപിതാക്കൾ തന്നെയാണ്. അവരാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ കുഞ്ഞ് എന്ത് പഠിക്കണം, എവിടെ എത്തണം. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെയുള്ള ഈ ഭ്രമം അങ്ങ് കൂടിക്കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ച് കുഞ്ഞുങ്ങളെ ട്യൂൺ ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ ഒരുക്കിക്കൊണ്ടുവരുന്ന ഒരു വലിയ പ്രവണത നമ്മുടെയൊക്കെ ഇടയിൽ കാണുന്നുണ്ട്. അത് അപകടകരമായൊരു കാര്യമാണ്. അത് പോരാതെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വലിയ മത്സരബുദ്ധി വളർത്തുന്നതിലും മാതാപിതാക്കൾ കുറ്റക്കാരാണ്. അത് ഇറ്റ്സ് നോട്ട് എ ഹെൽത്തി തിങ്. അത് ആരോഗ്യപരമായ ഒരു മത്സരബുദ്ധിയല്ല.
അനാരോഗ്യപരമായ ഒരു മത്സരബുദ്ധി കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് വലിയ സ്ട്രെസ്സാണെന്ന് തിരിച്ചറിയണം മാതാപിതാക്കൾ. ഇവർക്കത് സാധിക്കാതെ മാതാപിതാക്കളുടെ ഹിതത്തിനനുസരിച്ച് ഉയരാൻ പറ്റുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു പോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ എനിക്കറിയാം. അങ്ങനെ ചെയ്തു പോയ പല കുഞ്ഞുങ്ങളെ എനിക്കറിയാം. അപ്പോൾ ഹെൽത്തി അല്ലാത്ത ഒരു മത്സരബുദ്ധി കുഞ്ഞുങ്ങളിൽ വളർത്തിക്കൊണ്ട് വരുന്നു. വീണ്ടും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് വെച്ച് പുലർത്തുന്നത് വലിയ വാനോളമുള്ള പ്രതീക്ഷയാണ്. എന്താണ് അവരുടെ കഴിവെന്നോ കരുത്തെന്നോ തിരിച്ചറിയാതെ വലിയ പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നു. ആ പ്രതീക്ഷ ഈ കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. കുഞ്ഞുങ്ങൾ അത് അറ്റൈൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നു. സാധിക്കാതെ വരുമ്പോൾ അവർ നിരാശരാകും. വീണ്ടും ഈ കുഞ്ഞുങ്ങൾക്ക് ബാല്യകാലത്തിൽ അല്ലെങ്കിൽ കൗമാരകാലത്തിലൊക്കെ നൽകേണ്ട ഒരു സമഗ്രമായിട്ടുള്ള ഒരു വളർച്ചയുണ്ട്. അത് കൊടുക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നുമില്ലേ മാതാപിതാക്കൾ. പലപ്പോഴും ബൗദ്ധിക മേഖലയിൽ അതുപോലെ കരിയറിൻ്റെ മേഖലയിൽ മാത്രമുള്ള ഒരു ഊന്നലാണ് അവരൊക്കെ കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ആധ്യാത്മിക വളർച്ചയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് താല്പര്യമില്ല. സൺഡേ സ്കൂളിൽ കുട്ടികളെ വിടുന്നതിൽ അവർക്ക് താല്പര്യമൊന്നുമില്ല. മാതാപിതാക്കൾക്ക് താല്പര്യമില്ല, കുട്ടികൾക്ക് ഇഷ്ടവുമില്ല. അത് മാതാപിതാക്കൾ വളർത്തിക്കൊണ്ട് വരുന്നതാണ്. പലപ്പോഴും ചില മാതാപിതാക്കൾ ചോദിച്ചു കേട്ടിട്ടുണ്ട്, അങ്ങോട്ട് വിട്ടാൽ ഇപ്പം എന്നാ കിട്ടും? ഈ ചോദിക്കുന്നവർക്കൊക്കെ പലപ്പോഴും അവസാനം കിട്ടുന്നത് ഈ നിരാശ പൂണ്ട് സ്ട്രെസ്ഡായിട്ട് സ്ട്രെയിൻഡായിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡിയാണ് കിട്ടുന്നത്. ഞാനത് കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. അപ്പോൾ ഒരു സമഗ്ര വളർച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള തിരിച്ചറിവ് മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ നമ്മുടെ മക്കളെ ജീവിക്കാൻ പഠിപ്പിക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മക്കളെ ജീവിക്കാൻ പഠിപ്പിക്കുക ഈ ലോകത്തിൽ, ദൈവോന്മുഖരായി ജീവിക്കാൻ പഠിപ്പിക്കുക. അതാണ് പാലാരൂപതയുടെ ഈ നവീകരണ വർഷത്തിൽ രൂപതയിലെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം ഇതാണ്. പഠിക്കണം, ബൗദ്ധികമായ വളർച്ചയും ഉന്നതിയും ഒക്കെ പിള്ളേർ സ്വന്തമാക്കണം, സംശയം വേണ്ട. പക്ഷെ അതിനോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമഗ്രതയുള്ള കുഞ്ഞുങ്ങളായിട്ട് യുവജനങ്ങളായിട്ട് ഇവരെ വളർത്തിക്കൊണ്ട് വരുന്ന കാര്യത്തിൽ കുടുംബവും സഭയും സമൂഹവും എല്ലാം ഒരുപോലെ പരിശ്രമിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം. നല്ല ദിവസം ആശംസിക്കുന്നു. ഇതിൻ്റെ തുടർ സെഷൻസ് നമ്മൾ പിന്നീട് സമഗ്ര വളർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പിന്നീടുള്ള ക്ലാസ്സുകളിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഏവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.